ആർഡിക്സ് ആദ്യ വിഷയത്തിലേക്ക്. സോഷ്യൽ മീഡിയ തുറന്നാൽ നിറയെ നമുക്ക് കാണാം ഹൈ ആംഗിളിലും ലോ ആംഗിളിലും ഒക്കെ ക്യാമറ വെച്ച് പ്രശസ്തരായ സ്ത്രീകളുടെയൊക്കെ ശരീരത്തിലേക്ക് അശ്ലീല നോട്ടങ്ങൾ പായിക്കുന്ന ഒരു കൂട്ടം പേജുകൾ. സിനിമ, സെലിബ്രിറ്റി, ഫാഷൻ, വിനോദ, ലൈഫ് സ്റ്റൈൽ റിപ്പോർട്ടിംഗ് എന്നാണ് വയ്പ്. പക്ഷേ ഒളിഞ്ഞുനോട്ട കണ്ണോടെയുള്ള അശ്ലീല പ്രവർത്തനം തന്നെയാണ് ഇത് എന്ന വിമർശനമാണ് ശക്തമായി ഉയരുന്നത്. ശരീരമൊന്ന് ഉലയുന്നത്, വസ്ത്രമൊന്ന് മാറുന്നത് നോക്കി മണിക്കൂറുകളോളം വേണമെങ്കിലും ഇവർ കാത്തു നിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അവസരം നോക്കി ക്ലിക്ക് ചെയ്ത് അശ്ലീല ചുവയുള്ള ക്യാപ്ഷനും ചേർത്ത് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും എല്ലാം പോസ്റ്റ് ചെയ്യുന്നു. വൈകൃത കമന്റുകൾ അതിന് കീഴെ കുമിഞ്ഞുകൂടുന്നു. ഇതിപ്പോൾ ഒരു നടപ്പ് ശീലമാണ്. കുട്ടിത്താരങ്ങളുടെ ചിത്രങ്ങൾ പോലും അശ്ലീല വ്യംഗ്യം പുരട്ടി ആൾക്കൂട്ട കമന്റുകൾക്ക് ഇട്ടുകൊടുക്കുന്ന സംസ്കാരരാഹിത്യം. മറ്റുള്ളവരുടെ സ്വകാര്യാവകാശത്തെ, ശരീരത്തിൻ്റെ ഡിഗ്നിറ്റിയെ ഒരു തരിമ്പ് പോലും മാനിക്കാത്ത ഈ ഓൺലൈൻ പാപ്പരാസി മീഡിയകൾക്ക് നടൻ സാബുമോൻ അബ്ദുസമദ് നല്ലൊരു പണി കഴിഞ്ഞ ദിവസം തിരിച്ചും കൊടുത്തു. 8ന്റെ പണി തിരിച്ചു കിട്ടിയതോടെ പാപ്പരാസി കൂട്ടം മുഖം മറച്ച് ഓടി മാറുന്ന ദൃശ്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. RDX ഈ സാമൂഹിക പ്രശ്നം വിശദമായി ഒന്ന് പരിശോധിക്കുന്നു. ആദ്യം RDX ലാബ്. സ്വകാര്യതയുടെ സകല അതിർത്തികളും ലംഘിച്ച് പാപ്പരാസിപ്പണി എടുക്കുന്നവർക്ക് തക്ക മറുപടിയാണ് സാബുമോൻ കൊടുത്തത്. സ്വകാര്യ ചടങ്ങിനെത്തിയപ്പോൾ സാബുമോന്റെ പിന്നാലെ ഓൺലൈൻ പാപ്പരാസി സോഷ്യൽ മീഡിയ പേജുകാരെത്തി വീഡിയോ പകർത്താൻ തുടങ്ങി. അവരുടെ മുഖം കാണിച്ചുകൊണ്ട് സാബുമോൻ തിരിച്ചും വീഡിയോ പകർത്തി. ഇതോടെ മൊബൈൽ ഫോണുമായി പൊതിഞ്ഞവരിൽ മിക്കവരും സ്വന്തം മുഖം പൊത്തി ഓടി. ഇതാണ് പാരലൽ വേൾഡിലെ മാധ്യമ സിംഗങ്ങളെന്ന് വീഡിയോയ്ക്കൊപ്പം പങ്കുവെച്ച കുറിപ്പിൽ സാബുമോൻ എഴുതി. മനുഷ്യരുടെ ചലനങ്ങളും അവയവങ്ങളും പകർത്തി കഴുകന്മാർക്ക് ഇട്ടുകൊടുക്കുന്നവരെന്നും വിമർശനം. മാന്യമായ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഇക്കൂട്ടർ എന്തിന് മുഖം മറയ്ക്കണമെന്ന് ന്യൂസ് മലയാളത്തോട് പ്രതികരിക്കുമ്പോൾ നടന്റെ ചോദ്യം. ഇത്തരം മോശം പണി ചെയ്യുന്നവരുടെ മുഖം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് വീഡിയോ ഷൂട്ട് ചെയ്തത്. പണ്ട് ക്യാമറ ഒളിച്ചുവെച്ച് ചെയ്തിരുന്ന വിനോദ പരിപാടിയായ തരികിടെ ഓർമ്മിപ്പിച്ച് പഴയ നീലക്കുയിൽ സാബുമോൻ ആയിരുന്നുവെന്നാണ് ഇത്തരം പേജുകളിലൊന്നായ നീലക്കുയിലിന്റെ പ്രതിരോധം. RDX റാപ്പ് ന്യൂസ് മലയാളം. ലോകത്തെമ്പാടും പാപ്പരാസികളുണ്ട്. മലയാളത്തിലെ പാപ്പരാസികൾ എങ്ങനെയാണെന്ന് നോക്കാം. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് മാധ്യമങ്ങളിലായി നൂറുകണക്കിന് പാപ്പരാസി പേജുകളുണ്ട്. സിനിമ, എന്റർടൈൻമെന്റ്, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ, ന്യൂസ് അപ്ഡേറ്റ്സ് എന്ന പേരുകളിലൊക്കെയാണ് പ്രവർത്തനം. പ്രശസ്തരുടെ സ്വകാര്യതയിലേക്ക് ക്യാമറയുമായി കടന്നു കയറലാണ് പ്രവർത്തന രീതി. പൊതു സ്വഭാവം, യുക്തിയില്ലാത്ത ചോദ്യങ്ങൾ എന്നത് തന്നെയാണ്. മാന്യതയില്ലാത്ത ഇടപെടൽ ഉണ്ടാകുന്നു. വ്യംഗ്യത്തിൽ അശ്ലീലം പറയുന്നു. ശരീരത്തിലേക്കുള്ള ഒളിഞ്ഞുനോട്ട സ്വഭാവമുള്ള ദൃശ്യങ്ങൾ മൊബൈൽ, ഡിജിറ്റൽ ക്യാമറകളിലൊക്കെ പകർത്തുന്നു. ശേഷം വ്യംഗ്യാർത്ഥത്തിലുള്ള ക്യാപ്ഷനുകൾ സഹിതം സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. സ്ത്രീകളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്ന് അനുവാദമില്ലാത്ത ചിത്രങ്ങൾ പകർത്തി പ്രസിദ്ധീകരിക്കുന്നുമുണ്ട്. വസ്ത്രം അല്പം മാറുന്നത് കാത്തിരുന്ന് കിട്ടിയ നിമിഷത്തിൽ ക്ലിക്ക് ചെയ്ത് പ്രസിദ്ധീകരിക്കുന്നു. അസുഖകരമായ ചോദ്യങ്ങളുമായി പിറകെ കൂടും. ഒഴിവാക്കിയാൽ അതും ചിത്രീകരിച്ച് പ്രസിദ്ധീകരിക്കും. കുട്ടികളുടെ ചിത്രങ്ങൾ അടക്കം പകർത്തി സോഷ്യൽ മീഡിയ അശ്ലീല കമന്റുകൾക്കായി എറിഞ്ഞുകൊടുക്കും. ഇല്ലാ കഥകൾ, ഗോസിപ്പുകൾ, ക്ലിക്ക് ബൈറ്റുകൾ, കേട്ടുകേൾവികൾ എന്നിവയൊക്കെ വാർത്ത എന്ന പേരിൽ പ്രചരിപ്പിക്കും. സെലിബ്രിറ്റികളുടെ ഡെയിലി ലൈഫ് ചിത്രങ്ങൾ സോഫ്റ്റ് പോൺ വെബ്സൈറ്റുകൾക്കായും ചിത്രീകരിക്കുന്നു എന്നാണ് ഉയരുന്ന ആരോപണം. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിലാണ് ഇത് കേരളത്തിൽ വ്യാപകമായിട്ടുള്ളത്. കോവിഡ് ലോക്ക്ഡൗൺ കാലത്തെ വ്ലോഗിംഗ് വിപ്ലവത്തിന് പിന്നാലെയാണ് പാപ്പരാസികൾ വ്യാപകമായത്. വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളുടെ മോണിറ്റൈസേഷൻ വ്യാപകമായതിനു ശേഷം ഈ രംഗത്തേക്ക് കുത്തൊഴുക്കാണ് ഉണ്ടായത്. ഓൺലൈൻ മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ ഇത്തരം സംഘാംഗങ്ങളുടെ വലിയ ശൃംഖല തന്നെ കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. പകർത്തുന്ന ദൃശ്യങ്ങൾ പരസ്പരം കൈമാറും. പല പേരുകളിലുള്ള നിരവധി പേജുകളിൽ പോസ്റ്റ് ചെയ്യും. ഒരേ ആളുകൾ തന്നെ നിരവധി പേജുകൾ തുടങ്ങി ക്രോസ് പോസ്റ്റിംഗ് നടത്തി റീച്ച് കൂട്ടും. റീച്ച് ഉണ്ടാകുന്ന പേജുകളുടെ പേരുകളുമായി സാമ്യമുള്ള പ്രോക്സി പേജുകളും വ്യാപകമായി ഉണ്ട്. സിനിമാ പ്രൊമോഷൻ എന്ന പേരിലും ഇത് നടക്കുന്നുണ്ട്. സിനിമാ പ്രൊമോഷൻ ചടങ്ങുകളിലും സെലിബ്രിറ്റികൾ പങ്കെടുക്കുന്ന സ്വകാര്യ ചടങ്ങുകളിലും ക്ഷണിക്കാതെ തന്നെ പാപ്പരാസികളുടെ സംഘമെത്തും. സിനിമാ പ്രൊമോഷൻ ചെയ്യുന്ന പ്രൊഫഷണൽ പേജുകളുടെ പ്രതിനിധികൾക്കിടയിൽ കടന്നുകൂടും. സ്വന്തം ഐഡന്റിറ്റി മിക്കപ്പോഴും രഹസ്യമാക്കി വയ്ക്കും. അവതാരകരായോ ശബ്ദത്തിലൂടെ പോലുമോ ഇവർ പ്രത്യക്ഷപ്പെടില്ല. മാന്യമായി ജോലി ചെയ്യുന്നവരുടെ ഇടയിൽ അവരുടെ കൂടി പേര് ചീത്തയാക്കിക്കൊണ്ട് ഇപ്പോൾ ഓൺലൈനിൽ തന്നെ വളരെ കൃത്യമായി അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ മാധ്യമ പ്രവർത്തനമായി തന്നെ ഈ കാര്യങ്ങൾ, സിനിമ വാർത്തകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒട്ടേറെ പേരുണ്ട്. അവരുടെ പേര് കൂടി ചീത്തയാക്കുന്ന തരത്തിലാണ് ഈ അശ്ലീല പ്രവർത്തനം നടത്തുന്നത്. ചില സെലിബ്രിറ്റികൾ സ്വകാര്യ ലക്ഷ്യങ്ങൾക്കും പ്രൊമോഷനുമായി ഇവരെ ഉപയോഗിക്കുന്നുമുണ്ട്. വിരോധമുള്ളവരുടെ നേരെ ഒറ്റയ്ക്കും കൂട്ടായും മോശം പ്രചാരണം സംഘടിപ്പിക്കും. ഗോസിപ്പുകൾ പരത്തും.
തൻ്റെ പിറകെ കൂടിയ പാപ്പരാസികളെ നടനും അഭിഭാഷകനുമായ സാബുമോൻ അബ്ദുസമദ് സ്വന്തം ഫോണിൽ പകർത്തി വീഡിയോ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തു. സ്വന്തം മുഖം കാണിക്കാൻ ഇവർക്ക് എന്താണ് മടി എന്നാണ് നടന്റെ ചോദ്യം. മുഖം മറച്ച് ഒഴിഞ്ഞ് ഓടി മാറുന്നവരുടെ മുഖം വെളിച്ചത്ത് കൊണ്ടുവരാനാണ് വീഡിയോ എടുത്തത് എന്ന് സാബുമോൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പ്രതികരണം കണ്ടതിന് ശേഷം ബാക്കി ഡേറ്റ നമുക്ക് പരിശോധിച്ചു വരാം. ആദ്യം സാബുമോന്റെ പ്രതികരണത്തിലേക്ക്. സമാധാനമായിട്ടൊരു സ്ഥലത്തേക്ക് പോകാം എന്നുള്ളൊരു ഒരു സ്വാതന്ത്ര്യം ഇല്ലാതായി പോകുന്നു ഇവർ കാരണം. ഒരു വേദിയിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോഴോ ഒക്കെ മനുഷ്യരാണ്. വസ്ത്രം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോഴേ ഇത് ഷൂട്ട് ചെയ്ത് ഒരു കണ്ടൻ്റാക്കി സംഭവിച്ചത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ട് അവരത് മോണിറ്റൈസ് ചെയ്യുന്നുണ്ട്, അവർ അതിൽ നിന്ന് പണം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതൊരു നല്ല പ്രവണതയായിട്ട് എനിക്ക് തോന്നിയില്ല. അവർക്ക് അതിന് എന്തോ തോന്നുന്നുണ്ട് അവർ ചെയ്യുന്ന ഒരു ക്രൈമാണെന്നുള്ളത്. കാര്യം അല്ലാതെ നമ്മൾ എന്തിനു മുഖം മറയ്ക്കണം? ഒരു ക്യാമറ തിരിയുമ്പോൾ നമ്മൾ മുഖം മറച്ച് ഓടിക്കളയേണ്ട കാര്യമില്ലല്ലോ. സാബുമോനെതിരെ നീലക്കുയിൽ എന്ന പേജ് രംഗത്തെത്തിയിട്ടുണ്ട്. നീലക്കുയിൽ എന്നൊരു പേജുണ്ട് എന്ന് മിക്കവാറും സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന എല്ലാവർക്കും അറിയാം. ഇത്തരം വീഡിയോകൾ ധാരാളമായി വരുന്ന ഒരു പേജാണ്. സാബുമോനെതിരെ ഓൺലൈൻ മീഡിയ പേജായ നീലക്കുയിൽ എൻ്റർടൈൻമെൻറ്റ്സ്. സാബുമോൻ പണ്ട് ഒളി ക്യാമറ വെച്ച് വീഡിയോ എടുത്തിരുന്ന ആളാണ് എന്നാണ് നീലക്കുയിൽ എന്ന പേജ് പറയുന്നത്. മുമ്പ് അവതരിപ്പിച്ചിരുന്ന തരികിട എന്ന ടെലിവിഷൻ വിനോദ പരിപാടി ഓർമ്മിപ്പിച്ചാണ് മറുപടി. സാബുമോൻ ശ്രദ്ധേയനാകുന്നത് തരികിട എന്ന ടെലിവിഷൻ ഷോയിലൂടെ തന്നെയാണ്. ആളുകളെ പ്രാങ്ക് ചെയ്യുന്നതായിരുന്നു തരികിട ഷോയുടെ സ്വഭാവം. തമാശ രൂപത്തിലുള്ള പ്രാങ്കുകളായിരുന്നു തരികിടയുടെ ഉള്ളടക്കം എന്നതുമാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഇതിൻ്റെ ഒരു സാഹചര്യം ഇപ്പോൾ ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന മുഴുവൻ പേർക്കും ഈ പേജുകളുടെ എല്ലാം പേരുകളും അറിയാം, അവയിൽ വരുന്ന കണ്ടന്റുകളുടെ സ്വഭാവം അറിയാം. ഇതിൻ്റെ പ്രശ്നം ഇത് വാർത്ത എന്ന മട്ടിലാണ് ഇവർ അവതരിപ്പിക്കുന്നത് എന്നതാണ്. ഇത് കേരളത്തിൽ മാത്രം കാണുന്ന ഒരു പ്രതിഭാസമല്ല. പക്ഷേ മറ്റു പല സ്ഥലങ്ങളിലും ഇതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരു കൃത്യമായ ചില ഇടപെടലോ ചില സ്ഥലങ്ങളിൽ നിയമം തന്നെയോ ഉണ്ട്. മുമ്പ് ഈ ടാബ്ലോയിഡുകളിലാണ് ഈ സ്റ്റിൽസാണ് വന്നിരുന്നതെങ്കിൽ പിന്നീട് വീഡിയോകളായി വന്നു തുടങ്ങി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അതിന് കുറേ കൂടി വലിയ സാധ്യതയായി, ഒരു ബിസിനസ് സാധ്യത പോലെ തന്നെ കണ്ടുകൊണ്ട് ധാരാളം പേര് രംഗത്തെത്തിയിരിക്കുന്നു. എന്താ തോന്നുന്നു? ഇതെന്താ ഇത്രമാത്രം വലിയ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യുന്നത് എന്ന് വിചാരിക്കുന്ന കുറച്ച് ആളുകളുണ്ടാകും. കാരണം ഇത് വളരെ സാധാരണീകരിക്കപ്പെട്ട് കഴിഞ്ഞു കേരളത്തിൽ. ഓരോ മനുഷ്യൻ്റെയും ഫോണിനകത്തേക്ക് ഇത് നിരന്തരമായിട്ട് ഇത്തരം പേജുകൾ ഇങ്ങനെ പുഷ് ചെയ്യുന്ന വിഷ്വൽസ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ വളരെ പ്രായക്കാരായിട്ടുള്ള പുതുമുഖങ്ങളായിട്ടുള്ള സിനിമാ നടിമാർ തൊട്ട് വളരെ മുതിർന്ന നടിമാർ വരെയുള്ള ആളുകളുടെ അവരൊട്ടും ആഗ്രഹിക്കാത്ത രീതിയിലുള്ള ഇമേജുകളും ദൃശ്യങ്ങളും ഇങ്ങനെ വന്ന് ഓരോ മനുഷ്യൻ്റെയും മലയാളിയുടെയും ഫോണിൽ വന്ന് നിറയുകയാണ് എന്നൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ സാബുമോൻ ഈ ചെയ്തിരിക്കുന്നത് വളരെ മികച്ച കാര്യമായി പോയി എന്ന തോന്നലാണ് എനിക്ക് ആദ്യം തന്നെ ഉണ്ടായത്. ആ മേഖലയിൽ നിന്ന് തന്നെ ഇതിനെതിരായിട്ടൊരു സ്വരം ഉയരുന്നത് ആദ്യമായിട്ടാണ് എന്നതാണ്. മുമ്പൊരിക്കൽ അമ്മയോ അല്ലെങ്കിൽ മാക്ടോ ഏതോ ഒരു സംഘടന ഇത്തരം അനുവാദമില്ലാതെ ഷൂട്ട് ചെയ്യുന്നത് തടയാൻ ശ്രമിക്കുമെന്നോ മറ്റൊരു പ്രസ്താവന നടത്തി ഞാൻ കണ്ടിരുന്നു. പക്ഷേ അതൊന്നും വിലപ്പോയിട്ടില്ല എന്ന് നമുക്കറിയാം. പിന്നെ അനശ്വര രാജനെ പോലുള്ള ചില ചെറുപ്പക്കാരായുള്ള നടിമാർ, സിനിമാ പ്രവർത്തകർ ചില നിയമ നടപടികൾക്കോ മറ്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രസ്താവനകൾക്കോ മറ്റോ പുറപ്പെട്ടിരുന്നു എന്ന് വായിച്ചതായിട്ട് ഓർമ്മയുണ്ട്. പക്ഷേ അതൊന്നും ഇവരെ തടയാനുള്ള പ്രാപ്തിയിലേക്ക് എത്തിയിട്ടില്ല. ഇത് വളരെ സാധാരണമായൊരു കാര്യമാണല്ലോ. ഒരു സ്ത്രീ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവരുടെ ഏത് ആംഗിളിലുള്ള ദൃശ്യങ്ങളും ചിത്രീകരിക്കാം എന്നത് വളരെ സാധാരണമായൊരു കാര്യമാണല്ലോ എന്നാണിപ്പോൾ ഒരു സാധാരണഗതിയിൽ മലയാളി മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും സാംസ്കാരിക നായരുടെ ശബ്ദം അതിനെതിരെ വരുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നില്ല. എന്തെങ്കിലും അത്ഭുതപ്പെടുന്നൊരു കാര്യമാണെന്ന് ആരും വിചാരിക്കുന്നേ ഇല്ല. വളരെ സാധാരണമായൊരു കാര്യമായിട്ട് അത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ അല്ല. അതായത് ഏത് തരം കലാമേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളും അല്ലെങ്കിൽ ഇപ്പോൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും ഏത് മനുഷ്യനും അവരുടെ ശരീരം എങ്ങനെയാണോ ദൃശ്യങ്ങളിൽ പെടേണ്ടത് എന്നത് അവർക്കാണ് അവകാശം. അങ്ങനെയാണ്, അവരുടെ അധികാരമാണത്. അല്ലാതെ ഏത് വിധേനയും ഏത് ആംഗിളിലും ആണിൻ്റെയും പെണ്ണിൻ്റെയും അവർ ഇരുവരും അല്ലാത്തവരുമായിട്ടുള്ള ആളുകളുടെയും ദൃശ്യങ്ങളെടുത്ത് പരത്തുക എന്നത് ആരുടെയും അവകാശമല്ല. പക്ഷേ ഇതിങ്ങനെ ഇത്രക്ക് നഗ്നമായുള്ളൊരു നിയമലംഘനം ഇങ്ങനെ ആവർത്തിച്ച് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. മറ്റുള്ളിടങ്ങളിലും ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ അതിൻ്റെ അതിര് കടന്നു പോയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ സാബു എനിക്ക് തോന്നുന്നു ആ ഷൂട്ട് ചെയ്തതിലൂടെ വ്യക്തമാക്കിയെന്ന് തോന്നുന്നു. ഇതിപ്പോൾ ഒരുപാട് ആളുകൾ സന്തോഷിക്കുന്നുണ്ടാകും, ആരും മിണ്ടുന്നില്ലെങ്കിലും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്ന് മാത്രമല്ല, സിനിമാ മേഖലയിൽ പണ്ടൊക്കെ ഈ നമ്മൾ കാണുക എന്താണ്, ഇപ്പോൾ നാന, വെള്ളി നക്ഷത്രം പോലുള്ള സിനിമ മാസികകൾക്കകത്ത് ഷൂട്ട് ചെയ്തിരിക്കുന്ന ആ മാസികകളുടെ ആളുകളും സിനിമാക്കാരുടെ ഫോട്ടോഗ്രാഫർമാരൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്ന സാധാരണ ഇതിലുള്ള ഫോട്ടോസാണ് സിനിമയ്ക്ക് പുറത്തുള്ള ദൃശ്യങ്ങളായിട്ട് ഈ നടിമാരുടെയും നടന്മാരുടെയൊക്കെ വരിക. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. അപ്പോൾ അവർക്ക് അതിന്മേൽ യാതൊരു അവകാശമില്ല. അവരുടെ ശരീരം ഇവരുടെ ഒരു പ്രോപ്പർട്ടിയാണ് എന്ന നിലക്കാണ് ഇവർ വല്ലാതെ ഉപയോഗിക്കുന്നത്. എന്നോട് അതിൻ്റെ അത്ഭുതപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഗതി ഞാൻ ഈ വാർത്ത ഇപ്പോൾ സാബുമോൻ ഈ വിഷ്വൽ ഇട്ടപ്പോൾ സിനിമാ മേഖലയിൽ തന്നെയുള്ളൊരു പ്രവർത്തനമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ജേർണലിസ്റ്റോ മറ്റോ അല്ല, സിനിമാ മേഖലയിൽ തന്നെ ഉള്ള ഒരു ചെറുപ്പക്കാരനായുള്ള ആൾ എന്നോട് പറഞ്ഞത്, യഥാർത്ഥത്തിൽ നമ്മൾ മലയാളികൾ മുഴുവൻ ഈ ഫോണിൽ കാണുന്ന ദൃശ്യങ്ങൾ മാത്രമല്ല ഇവർ പകർത്തുന്നത്. അതേക്കാൾ
ആഘാതശേഷിയുള്ള ദൃശ്യങ്ങൾ ഈ നടിമാരുടെയും മറ്റും അവർ വളരെ ക്ലോസിലും മറ്റുമൊക്കെ പകർത്തുന്നുണ്ട്. പക്ഷേ ആ പകർത്തുന്ന ദൃശ്യങ്ങളെല്ലാം അവർ ഈ സെമി പോൺ കേരളത്തിന് പുറത്തുള്ള സെമി പോൺ വ്യവസായ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്കും പേജുകൾക്കൊക്കെ വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ഒരു വമ്പൻ സാമ്രാജ്യമാണ്. നിങ്ങൾ കരുതുന്നതിനേക്കാൾ വലിയ സാമ്രാജ്യമാണിത്. ഇത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഇട്ടിട്ട് മോണിറ്റൈസ് ചെയ്തിട്ട് മാത്രമല്ല ഇവർ പൈസ ഉണ്ടാക്കുന്നത്. ഇതൊരു വമ്പൻ പാപ്പരാസി ടീമായിട്ട് മാറിക്കഴിഞ്ഞു എന്നതാണ് അവർ പറയുന്നത്. ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം. പക്ഷേ എപ്പോഴും ഹർഷ ഇതിനകത്ത് ഏറ്റവും അത്ഭുതപ്പെടുന്നൊരു കാര്യം, ഈ സിനിമാ മേഖലയിലെ ആളുകൾ അധികായന്മാരായിട്ടുള്ള അതിശക്തരായിട്ടുള്ള ഈ ഒരു വാക്ക് പറഞ്ഞാൽ 10,000-കണക്കായിട്ട് പ്രതിഫലിപ്പിക്കാവുന്ന ആളുകളുടെ അടുത്ത് ഒരൊറ്റ മനുഷ്യൻ ഇതിനെതിരെ സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടോ? ഇത്രയും വലിയ സംഘടനകളുണ്ട്, ഇത്ര ശക്തരായിട്ടുള്ള ആളുകളുണ്ട്, ആരെങ്കിലും സംസാരിക്കുന്നതായിട്ട് കാണുന്നുണ്ടോ? ഇതിനകത്തൊരു പ്രൈവസി വയലേഷൻ ഉണ്ട്. മറ്റേതെങ്കിലും മാധ്യമങ്ങൾ പോകുന്നുണ്ടോ അവിടേക്ക്? അതായത് നമ്മുടേതുപോലെ അല്ലെങ്കിൽ നമ്മൾ ഉത്തരവാദപ്പെട്ട മാധ്യമ പ്രവർത്തനം ചെയ്യുന്ന ആരെങ്കിലും ഈ പരിപാടിക്ക് പോകുന്നുണ്ടോ? ഇങ്ങനൊരു ഷൂട്ടുമായിട്ട് ആളുകളുടെ പ്രൈവസിക്കകത്തേക്ക് വല്ലാതെ വലിഞ്ഞു കയറുന്നുണ്ടോ? ഇല്ല. എന്നിട്ട് പോലും ഇവിടെ അതിനെപ്പറ്റി യാതൊരു ചർച്ചയും നടക്കുന്നില്ല. ഒരു ചർച്ചയും നടക്കാത്ത ഒരു അനീതി നിങ്ങളുടെ മുന്നിലൂടെ ഈ എല്ലാത്തരം ആക്ടിവിസ്റ്റുകളുള്ളൊരു നാട്ടിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനകത്ത് സാബു ഈ ക്യാമറ തിരിച്ചു വെച്ചത്, ഫോൺ തിരിച്ചു വെച്ചത് വളരെ നന്നായി എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. സാബു ചെയ്ത പരിപാടിയെക്കുറിച്ചിട്ട് ഇവർ ഈ എന്താണ് നീലക്കൂലോ പച്ചക്കൂലോ അങ്ങനെ എന്തോ പറഞ്ഞിരിക്കുന്നു ഒരു പേജ് വന്നല്ലോ. സാബു ചെയ്ത പരിപാടിക്കകത്ത് ഇതല്ല ആളുകളുടെ വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ സ്ത്രീകളുടെ ശരീരത്തിനകത്തേക്ക് കയറിയുള്ള അതിനെ വിമർശിക്കാം, സാംസ്കാരികമായിട്ട് നമുക്കതിനെ പരിശോധിക്കുകയും മറ്റുമൊക്കെ ചെയ്യാം. പക്ഷേ ഇവർ ചെയ്യുന്ന അതിക്രമത്തിൻ്റെ വലുപ്പത്തിന് മുന്നിൽ ഒന്നുമല്ല. അതെ, വളരെ എളുപ്പത്തിൽ ഇവരിതിനെയൊക്കെ താരതമ്യം ചെയ്യുന്നത് ഇതിനു മുമ്പും നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം ഇവർ തന്നെ ഇവരോട് നിങ്ങളിങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് ചിലർ പ്രതികരിക്കുമ്പോൾ ഞങ്ങൾ മാധ്യമങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് തട്ടിക്കയറുന്നത് ആദ്യം ഇതിൻ്റെ തുടക്കകാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഒരു വാർത്തയ്ക്ക് പിന്നാലെ പോകുന്നതും സ്വകാര്യതയ്ക്ക് പിന്നാലെ പോകുന്നതും രണ്ടാണ്. ഇത് രണ്ടിനെയും സമീകരിച്ചാണ് ഇവർ കാര്യങ്ങളെ അവതരിപ്പിക്കുക. ഇതാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്തോ മാധ്യമപ്രവർത്തനമാണ് എന്ന് ചിലർ ഈ കൂട്ടത്തിൽ ധരിച്ചു വച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ കാര്യം, ഇവർ ചെയ്യുന്നത് എന്തോ മാധ്യമപ്രവർത്തനമാണെന്ന് ചില സെലിബ്രിറ്റികളും ധരിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവരോട് പേടിയാണ്. ആ നിലയ്ക്ക് ഇവരെന്തോ ഒരു മാധ്യമമൊക്കെയാണ് എന്നൊക്കെയുള്ള, അതായത് അവനവൻ്റെ അവകാശത്തെക്കുറിച്ച് ഈ സെലിബ്രിറ്റികളും ബോധവാന്മാരല്ല എന്നുള്ള പ്രശ്നമുണ്ട്. അവനവൻ്റെ സ്വകാര്യതയിലേക്കാണ് ഈ ഇടിച്ചു കയറുന്നത് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. രണ്ട്, സനീഷ് നേരത്തെ പറഞ്ഞപ്പോൾ പ്രാങ്ക് എന്ന് പറയുന്നത് ഇത് ഞങ്ങൾ മാധ്യമപ്രവർത്തനമാണെന്ന് പറയുന്ന പോലെയാണ്. പ്രാങ്കിനെയും ഇതിനെയും സമീകരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു പ്രാങ്ക് ഉണ്ടെങ്കിൽ, ഇപ്പോൾ തരികിട പോലുള്ള ഒരു പരിപാടി ഉണ്ടെങ്കിൽ അതിന് ശേഷം ഇവർ അവരോട് അനുമതി ചോദിക്കും, ഇത് കൊടുത്തോട്ടെ എന്നുള്ളത്. അവരുടെ അനുവാദത്തോടെ അവരുടെ സ്വകാര്യതയെ ലംഘിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റി അവർക്ക് അവരുടെ സമ്മതമുള്ള കണ്ടന്റാണ് പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെ നമ്മൾ വിമർശിച്ചിട്ടുണ്ടല്ലോ. ഈ തരികിട പോലെയുള്ള പരിപാടികൾക്കെതിരെ രൂക്ഷമായ വിമർശനം ഇവിടെ ഉണ്ടായിട്ടുണ്ട്, ലേഖനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് വേറെ കാര്യം. അതിനെ ആ നിലയ്ക്ക് കൊണ്ടുപോകാം. ഇതങ്ങനെയല്ല. സനീഷ് നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ കണ്ടന്റ് എവിടെ വരെ പോകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകത്ത് തന്നെ ഇല്ല. വളരെ നല്ല മുന്തിയ മൊബൈൽ ഫോണുകളൊക്കെ വെച്ച് കൃത്യമായി വളരെ സൂക്ഷ്മമായി ഷൂട്ട് ചെയ്ത് ഈ ഹൈ ആംഗിളും ലോ ആംഗിളും ഒക്കെ പഠിച്ച് കൈകാര്യം ചെയ്യുന്ന ആളുകളാണിത് ഈ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. ഏറ്റവും മോശം ടെക്സ്റ്റ്. ആ ടെക്സ്റ്റ് നമുക്ക് പലതും ആ ടെക്സ്റ്റ് ഇങ്ങനെ ഇവിടെ പറയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ടെക്സ്റ്റാണ്. അങ്ങനെ ആളുകളെ ഹുക്ക് ചെയ്ത് വലിച്ചു കൊണ്ടുവരാൻ തക്കവണ്ണം ഈ സെമി പോൺ സ്വഭാവമുള്ള ടെക്സ്റ്റ് കൊടുത്തിട്ട് അല്ലെ ദ്വയാർത്ഥ സ്വഭാവമുള്ള ടെക്സ്റ്റ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇത് ഈ നിമിഷമെങ്കിലും നമ്മൾ ചർച്ച ചെയ്തില്ലെങ്കിലുള്ള ഒരു പ്രശ്നം കൂടി ഞാൻ പറയാം. ഇത് വളരെ സ്വാഭാവികമായ ഒരു സംഗതിയാണെന്ന് സനീഷ് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ആളുകളും ആ മട്ടിൽ മനസ്സിലാക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് എന്താ പ്രശ്നം എന്നറിയോ? ഇതെന്തിനാണ് ഇവരിങ്ങനെ പറയുന്നത്? ഇതിനെ എന്തിനാണ് വിമർശിക്കുന്നത്? ഇവരൊക്കെ സിനിമാക്കാരല്ലേ, സിനിമാക്കാരിങ്ങനെ പ്രദർശിപ്പിക്കുകയല്ലേ എന്നാണ് ഈ ചർച്ച ചെയ്യുന്ന ആളുകൾ പലരും പറയുക. അങ്ങനെയല്ലല്ലോ. ഒരാൾക്ക് എന്നെ എങ്ങനെ പ്രദർശിപ്പിക്കണമെന്നുള്ള ഇത് അവനവൻ്റെ അവകാശം കൂടിയാണല്ലോ. അതിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ഏത് സ്വകാര്യ ചടങ്ങിലും ഇടിച്ചു കയറി ഇത് പകർത്തുക. സനീഷ്, ഇതിപ്പോൾ ഭാരതീയ ന്യായ സംഹിത 2023/78 അനുവാദമില്ലാതെ നിരീക്ഷണം നടത്തുകയോ റെക്കോർഡ് ചെയ്യുകയോ ചെയ്യുന്നതിലൂടെ സ്വകാര്യത ലംഘിക്കുന്നതിനെതിരെ ശിക്ഷാ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇത് പാപ്പരാസി പ്രവർത്തനങ്ങൾക്കെതിരെ ഒരു പരിധിവരെ പ്രയോഗിക്കാവുന്നതാണ്. അതായത് നിലവിൽ നിയമങ്ങൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ പ്രയോഗിക്കാവുന്ന നിയമങ്ങളുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് ശരിക്ക് ഇത്തരം പാപ്പരാസി പ്രവർത്തനങ്ങൾക്കെതിരെ ഒരു ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് പ്രസ് കൗൺസിലിൻ്റെ ഒരു മാർഗനിർദ്ദേശമൊക്കെ ഉണ്ടല്ലോ, എങ്ങനെ വേണം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ എന്നുള്ളത്. ഒരു മാധ്യമത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ധാർമ്മികത എന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇവിടെ മറ്റ് നിയമങ്ങളിലല്ലാതെ നമ്മളെ നിയന്ത്രിച്ചില്ലെങ്കിലും ധാർമ്മികത എന്നൊരു സംഗതിയുണ്ട്. അവനവൻ നിയന്ത്രിക്കും. ആ നിയന്ത്രണം അതിന് വേണ്ട നിർദ്ദേശങ്ങൾ ഇവർക്ക് കൊടുക്കേണ്ടതുണ്ട്. ഇത് സർക്കാർ ശ്രദ്ധിക്കേണ്ട
പറയേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു കൂട്ടം ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. ഇത് ഏതോ തലത്തിലൊക്കെ എത്തുന്ന സെമിപോൺ സൈറ്റുകളിലേക്ക് വരെ എത്തുന്ന തലത്തിലുള്ള ഒരു നെറ്റ്വർക്കായി ഇത് പ്രവർത്തിക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു രഞ്ജിനി ഹരിദാസ് ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അത് അന്നേരം വാർത്തയായില്ല എന്നേ ഉള്ളൂ. രഞ്ജിനി ഹരിദാസ് ഒരു സ്ഥലത്ത് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇതുപോലെ ഒരു പാപ്പരാസിയാണ് ഇതുപോലെ ഫോണും പിടിച്ചിട്ട് നിങ്ങളെന്താ കല്യാണം കഴിക്കാത്തത് ഇത് ചോദിച്ച് പുറകെ നടക്കുകയാണ്. അപ്പോൾ അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ അവർ ആ ഫോൺ പിടിച്ചു മേടിച്ചു, എന്നിട്ട് തിരിച്ചു പിടിച്ചിട്ട് ഇതുപോലെ തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഇതുപോലെ തന്നെ ഒരു സമയത്ത് പുറത്തു വന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിനേക്കാൾ ഗുരുതരമായ അവസ്ഥ വരും. ഇപ്പം ഡയാനയുടെയും ദോദി അൽ ഫൈദിൻ്റെയും ഒക്കെ അപകട മരണം നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഇത് ഒരു മരണമല്ല. ഇതുപോലെ സെലിബ്രിറ്റികൾ ലോകത്തെമ്പാടും ഇതുപോലെ പാപ്പരാസികളെ ഭയന്നോടിയിട്ട് അപകടത്തിലൊക്കെ പെട്ട് മരിച്ചു പോകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ സജി ചെറിയാനും മറ്റുമൊക്കെ ആയിട്ട് മീറ്റിങ്ങുകളൊക്കെ നടക്കുകയാണല്ലോ ഈ സിനിമാ മേഖല. അതിനകത്തൊക്കെ വലുതായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, അമ്മ അപ്പോഴുള്ള സംഘടനകളുണ്ടല്ലോ, അതായത് സിനിമാ മേഖലയുടെ സംഘടന, ഇത് ഗൗരവത്തോടെ എടുക്കണം. അതായത് ഈ പറയുന്ന സിനിമാ മേഖലയിൽ സിനിമ കണ്ടന്റാണ്, സിനിമാ പ്രവർത്തകരുടെ അഭിമുഖങ്ങൾ കണ്ടന്റാണ്, ഇതൊക്കെ കണ്ടന്റ് എന്ന് വിളിക്കാം. പക്ഷേ അവരുടെ ജീവിതം ആകപ്പാടെ എങ്ങനെ ഇവർക്ക് കണ്ടന്റ് വിറ്റ് പൈസ ഉണ്ടാക്കാൻ വേണ്ടി വിട്ടുകൊടുക്കരുത് എന്ന് ഈ സംഘടന, ആത്മാഭിമാനമുള്ള സംഘടന പ്രവർത്തകരൊക്കെയാണല്ലോ അതിനകത്തുള്ളത്. അപ്പോൾ അവർ വിചാരിക്കേണ്ട തീരുമാനം എടുക്കേണ്ടതാണ്. അതാണ് ഇതിനകത്ത്. ഇപ്പോൾ US-ലാണെങ്കിലും ഫ്രാൻസിലാണെങ്കിലും UK-യിൽ ബ്രസീലിൽ നെതർലൻഡ്സിലൊക്കെ പാപ്പരാസികളെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിയമമുണ്ട്. ഇതിപ്പോൾ ആ നിയമം ആ മട്ടിൽ ഒന്നും പ്രായോഗികമായില്ലെങ്കിൽ കൂടി, കാരണം ഇപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം, മാധ്യമപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ ചില സാധ്യതകളെ ഇവർ പ്രയോജനപ്പെടുത്താനൊക്കെ ശ്രമിക്കുമെങ്കിലും ഇതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാവണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇത്തരം അശ്ലീല പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ന്യൂനപക്ഷം ഉണ്ടായേക്കാം. ചില മാധ്യമങ്ങളും ഇതിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ, സ്വകാര്യതയിലേക്ക് കടന്നു കയറിയിട്ടുള്ള റിപ്പോർട്ടിങ് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം വിമർശിക്കപ്പെടണം. അതിനെല്ലാമെതിരെ തന്നെ ശക്തമായ ശബ്ദം ഉയരുകയും വേണം. വിനോദ വ്യവസായത്തെ ലോകത്തും ഈ കാഴ്ചക്കാരായി പുറത്തും ഒക്കെ ഈ മട്ടിൽ സംഭവിക്കുന്നു. പക്ഷേ സാമൂഹിക ജീവിതത്തിൻ്റെ അന്തസ്സും മനുഷ്യരുടെ സ്വകാര്യതയും വലുതായി കാണുന്ന ജനസാമാന്യത്തിന് ഇത് അരോചകമാണ്, സഹനപരിധിക്ക് അപ്പുറമാണ്. ഇരയാക്കപ്പെടുന്നവർക്ക് അപമാനവും ചിലപ്പോൾ തീർത്താൽ തീരാത്ത ട്രോമയും നൽകുന്ന ഏർപ്പാടാണ്. സ്വകാര്യത എന്താണെന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു നടൻ സാബുമോൻ്റെ പ്രവൃത്തി എന്ന് RDX ഒരു സംശയവുമില്ലാതെ കരുതുന്നു. ഒറ്റയായ ഇത്തരം പ്രതികരണങ്ങൾ എല്ലാവർക്കും എപ്പോഴും സാധ്യമായും എന്ന് വരില്ല. വളർന്നു വരുന്ന ഈ സാമൂഹിക പ്രശ്നത്തെ നിയന്ത്രിക്കാൻ സംവിധാനങ്ങൾ ശക്തമായ നടപടിയെടുക്കണമെന്ന് കൂടി RDX ആവശ്യപ്പെടുന്നു. അടുത്ത വിഷയത്തിലേക്ക്.